ശ്രീരാമ ജപാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഹോട്ടൽ ദേവി പാലസ്, പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് നിയർ പോലീസ് സ്റ്റേഷൻ, നിലമ്പൂർ. ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ, കോവിലകം റോഡ്, നിലമ്പൂർ. ഫർണിച്ചർ വിപണന രംഗത്ത് 15 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. എല്ലാവിധ ഫർണിച്ചറുകളുടെയും വൻ സെലക്ഷനുമായി നിലമ്പൂരിൽ ഒരു സ്വപ്ന കൊട്ടാരം. ഡൈനിങ് ടേബിൾ, സോഫ സെറ്റ്, അലമാര, കട്ടിലുകൾ, ചെയറുകൾ, ദിവാൻ കോട്ട്, ഓഫീസ് ഫർണിച്ചറുകൾ എന്നിവയുടെ മായാലോകം. ബെഡുകൾ, ഗിഫ്റ്റ് ഐറ്റംസ്, ഹോം അപ്ലയൻസസ്, ക്രോക്കറികൾ, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, ഡെക്കോർ ഐറ്റംസ്, ഫാനുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, ഗ്യാസ് സ്റ്റൗ, സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ തുടങ്ങിയവയുടെ വൻ ശേഖരം മികച്ച ക്വാളിറ്റിയിലും ഗുണനിലവാരത്തിലും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ബജാജ് ഫിനാൻസ് സൗകര്യവും കാർ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. ഫോൺ 04931 222 771. ഹോട്ടൽ ദേവി പാലസ്, പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് നിയർ പോലീസ് സ്റ്റേഷൻ, നിലമ്പൂർ. നിലമ്പൂർ ടൗണിൽ നൂറ്റാണ്ടുകളുടെ വിശ്വസ്തയോടെ നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ. മുഴുവൻ സമയം ലേഡി ഡോക്ടറുടെ സേവനം. നട്ടെല്ല് രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ, സന്ധിവേദനകൾ, സ്പോർട്സ് ഇഞ്ചുറി എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം, ചികിത്സാ പ്രാവീണ്യമുള്ള തെറാപ്പിസ്റ്റുകൾ, ഔഷധി, വൈദ്യരത്നം, ശാന്തിഗിരി തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ മരുന്നുകൾ. നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ, കോവിലകം റോഡ്, നിലമ്പൂർ. മുൻകൂർ ബുക്കിംഗിന് വിളിക്കുക 8590050510. നമസ്കാരം. NCVയുടെ ആഭിമുഖ്യത്തിലുള്ള രാമായണ പാരായണം അതിന്റെ അവസാന സമയങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഇനി അധികം ദിവസം പാരായണമില്ല, 2 ദിവസത്തോളം മാത്രമേ ഉള്ളൂ. അയോധ്യ യാത്രയാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. അതിനെ തുടർന്നുള്ള മന്നവൻ തന്നെ വന്ദിച്ചപേക്ഷിച്ചിതു പിന്നെ വിഭീഷണനായ ഭക്തൻ മുതാ ദാസനാമെന്നെ കുറിച്ച് വാത്സല്യമുണ്ടേതാനുമെങ്കിലത്രൈവ സന്തുഷ്ടനായി മംഗലദേവതയാകിയ സീതയാ മംഗല സ്നാനവുമാചരിച്ചിടണം. മേളമായിന്നു വിരുന്നു കഴിഞ്ഞിങ്ങു നാളെ അങ്ങോട്ടെഴുന്നള്ളുകയുമാം എന്നു വിഭീഷണൻ ചൊന്നതു കേട്ടുടൻ മന്നവൻ താനും അരുൾ ചെയ്തു. സോദരനായ ഭരതനയോധ്യയിൽ ആദിയും പൂണ്ട് സഹോദരൻ തന്നോടു എന്നെയും പാർത്തിരിക്കുന്നിതു ഞാനവൻ തന്നോടു കൂടിയൊഴിഞ്ഞ് അലങ്കാരങ്ങൾ ഒന്നും അനുഷ്ഠിക്ക എന്നുള്ളതില്ലടോ, ചെന്നൊരു രാജ്യത്തു വാഴുക എന്നുള്ളതും സ്നാനാശനാദികളാചരിക്കുന്നതും നൂനം അവനോടുകൂടിയേ ആവിതു എന്നു 14 സംവത്സരം തികയുന്നതെന്നുള്ളതും പാർത്തവൻ വാഴുന്നു. ചെന്നീല ഞാനെന്നു തന്നെ, എന്നാൽ അവൻ വന്യയിൽ ചാടി മരിക്കുമേ പിറ്റേന്നാൾ എന്നതു കൊണ്ടുടർന്നിതു ഞാനിക വന്നു സമയവും ഏറ്റമടുത്തങ്ങ് ചെന്നുകൊള്ളുവാൻ പണിയുണ്ടതിൻ മുന്നമേ നിന്നിൽ വാത്സല്യമില്ലായികയുമില്ലമേ. സൽക്കരിച്ചിടു നീ സത്വരമെന്നുടെ മർക്കട വീരരെയൊക്കെ സാദരം പ്രീതിയവർക്കു വന്നാൽ എനിക്കും വരും പ്രീതി, അതിനൊരു ചഞ്ചലമില്ല കേൾ. എന്നെ കനിവോടു പൂജിച്ചതിൻ ഫലം വന്നുകൂടും. കവിവീരരെ പൂജിച്ചാൽ പാനാശന സ്വർണരത്നാംബരങ്ങളാൽ വാനരന്മാർ കലംഭമോം വരും വണ്ണം. പാനാശന സ്വർണരത്നാംബരങ്ങളാൽ വാനരന്മാർ കലംഭാവം വരും വണ്ണം പൂജയും ചെയ്ത് കവികളുമായി ചെന്ന് രാജീവനേത്രനെ കുപ്പി വിഭീഷണൻ.
ക്ഷിപ്രമയോധ്യക്കെഴുന്നള്ളുവാനിഹ പുഷ്പകമായ വിമാനവുമുണ്ടല്ലോ. രാത്രിഞ്ചരാധിപനിത്തമുണർത്തിച്ച വാർത്ത കേട്ട് ആസ്തയോടും പുരുഷോത്തമൻ കാലത്തു നീ വരുത്തിയിടുകെന്നാനത പൗലസ്ത്യയാനവും വന്നു വന്ദിച്ചിതു. ജാനകിയോടും അനുജനോടും ചെന്ന് മാനവവീരൻ വിമാനവുമേറിനാൻ. അർക്കാത്മജാതി കവിവരന്മാരോടും നക്തഞ്ചരാധിപനോടും രഘുത്തമൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തിതാദരാൽ മന്ദേതരം ഞാൻ അയോധ്യയ്ക്കു പോകുന്നു. മിത്രകാര്യം കൃത്യമായതു നിങ്ങളാൽ ശത്രുഭയം ഇനി നിങ്ങൾക്കകപ്പെടാ. മർക്കട രാജ സുഗ്രീവ മഹാമതേ കിഷ്കിന്ധയിൽ ചെന്നു വാഴ്ക നീ സൗഖ്യമായി. ആശരാധീശ വിഭീഷണ ലങ്കയിലാശു പോയി വാഴ്ക നീയും ബന്ധുവർഗവും. കാകുൽസ്ഥനിത്തമരുൾ ചെയ്ത നേരത്ത് വേഗത്തിൽ വന്ദിച്ചവർകളും ചൊല്ലിനാർ. ഞങ്ങളും കൂടെ വിടകൊണ്ടയോധ്യയിലങ്ങ് കൗസല്യാദികളെയും വന്ദിച്ച് മംഗളമാർഭിഷേകവും കണ്ട് തങ്ങൾക്കുള്ളവിടെ വാണിടുവാൻ ഉണ്ടാകവേണം തിരുമനസ്സെങ്കിലേ കുണ്ഠത ഞങ്ങൾക്കു തീരൂ ജഗൽ പ്രഭോ. അങ്ങനെ തന്നെ നമുക്കും അഭിമതം, നിങ്ങൾക്കുമങ്ങനെ തോന്നിയതദ്ഭുതം. എങ്കിലോ വന്നു വിമാനമേറിയിടും സങ്കടമെന്നിയേ മിത്രവിയോഗജം. സേനയാസാർത്ഥം നിശാചരരാജനും വാനരന്മാരും വിമാനമേറിയിടിനാർ. സംസാരനാശനാനുജ്ഞയാ പുഷ്പകം ഹംസസമാനം സമുൽപ്പതിച്ചു തഥാ. നക്തഞ്ചരേന്ദ്ര സുഗ്രീവാനുജ പ്രിയായുക്തനാം രാമനെ കൊണ്ട വിമാനവും എത്രയും ശോഭിച്ചിദംബരാന്തേ തഥാ മിത്രബിംബം കണക്കേ ധനദാസനം. ഉത്സംഗസിന്നിവിന്യസ്യ സീതാം ഭക്തവത്സലൻ നാലുദിക്കും പുനരാലോക്യ വത്സേ ജനകാത്മജേ ശൃണുവല്ലഭേ സൽസേവിതേ സരസീരുഗലോചനേ. പശ്യത്രികൂടാചലോത്തമാംഗസ്ഥിതം വിശ്വവിമോഹനമായ ലങ്കാപുരം. യുദ്ധാങ്കണം കാൺകതിലങ്ങ ശോണിത കർദ്ദമമാംസാസ്തി പൂർണ്ണം ഭയങ്കരം. അത്രൈവ വാനര രാക്ഷസന്മാർ തമ്മിലെത്രയും ഘോരമായുണ്ടായി സങ്കരം. അത്രൈവ രാവണൻ വീണു മരിച്ചിതെന്നസ്ത്രമേറ്റുത്തമേ. നിന്നുടെ കാരണം കുംഭകർണൻ മകരാക്ഷനും എന്നുടെ അമ്പുകൊണ്ടത്ര മരിച്ചിതു വല്ലമേ. വൃത്താരിജിത്തും അതികായനും പുനരത്ര സൗമിത്രി തന്നസ്ത്രമേറ്റുത്തമേ. വീണു മരിച്ചത് പിന്നെയും മറ്റുള്ള കൗണപന്മാരെ കവികൾ കൊന്നിടിനാർ. സേതു ബന്ധിച്ചതു കാണണോ സാഗരേ, ഏതു ബന്ധിച്ചതതിനു നീയല്ലയോ. സേതു ബന്ധിച്ചതു കാൺകടോ സാഗരേ, ഏതു ബന്ധിച്ചതതിനു നീയല്ലയോ. സേതുബന്ധം മഹാതീർത്ഥം പ്രിയേ പഞ്ചപാതകനാശനം ത്രൈലോക്യ പൂജിതം. കണ്ടാലുമുണ്ടാം ദുരിത വിനാശനം, കണ്ടാലും അങ്ങതിന്നത്ര രാമേശ്വരം. എന്നാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ പന്നകഭൂഷണൻ തന്നെ വണങ്ങുനി. അത്ര വന്നെന്നെ ശരണമായി പ്രാപിച്ചിതുത്തമനായ വിഭീഷണൻ വല്ലഭേ. പുഷ്കരനേത്രേ പുരോഭുവി കാൺകടോ കിഷ്കിന്ധയാകും കപീന്ദ്രപുരിമിപുരാ. കിഷ്കിന്ധയാകും കപീന്ദ്രപുരീമിമാം ശ്രുത്വാ മനോഹരം ഭർതൃവാക്യം മുദാ പൃഥ്വീസുതയുമപേക്ഷിച്ചിതന്നേരം. താരാദിയായുള്ള വാനര സുന്ദരിമാരെയും കണ്ടങ്ങു കൊണ്ടുപോയിടണം. കൗതൂഹലമോടയോധ്യാപുരീവാസിനാം ചേതസി ഭാരമുണ്ടായി വരും നിർണയം. വാനരവീരരുമൊട്ടുനാളുണ്ടല്ലോ മാനിനിമാരെ പിരിഞ്ഞിരുന്നിടുന്നു.
ഭർത്തൃവിയോഗജ ദുഃഖം ഇന്നെന്നോളം ഇത്രിലോകത്തിങ്കൽ ആരറിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇവരുടെ വല്ലഭമാരെയും ഇന്നു തന്നെ കൂട്ടിക്കൊണ്ടുപോയിടണം. രാഘവൻ ത്രൈലോക്യനായകൻ തന്നുള്ളിലാകൂതം അപ്പോൾ അറിഞ്ഞു വിമാനവും ക്ഷോണീതലം നോക്കി മന്ദമന്ദം തഥാ താണതു കണ്ടരുൾ ചെയ്തു രഘുത്തമൻ. വാനരവീരരെ നിങ്ങൾ നിജ നിജമാനിനിമാരെ വരുത്തുവിനേ വരും. മർക്കടവീരരതു കേട്ടു ബോധേന കിഷ്കിന്ധ പുക്ക് നിജാംഗനമാരെയും പോകെന്ന് ചൊല്ലി വിമാനം കരറ്റിനാർ. ശാഖാമൃഗാധിപന്മാരും കരേറിനാൻ. താരാർ മകളായ ജാനകി ദേവിയും താരാരുമാദികളോടുമോദാന്വിതം ആലോകനാലാപമന്ദഹാസാദി ഗാഠാലിംഗന ഭ്രൂചലനാദികൾ കൊണ്ടു സംഭാവനം ചെയ്തവരുമായി വേഗേന സംപ്രീതി പൂണ്ടു തിരിച്ചു വിമാനവും. വിശ്വൈകനായകൻ ജാനകിയോടരുളി ചെയ്തിതു പരമാനന്ദ സംയുതം. പശ്യ മനോഹരേ ദേവി വിചിത്രമാമൃശ്യമൂകാചലമുത്തുംഗമെത്രയും. അത്രൈവ വൃത്രാരിപുത്രനെ കൊന്നതും മുത്താങ്കി പഞ്ചവടി നാമിരുന്നേണം. വന്ദിച്ചു കൊൾഗസ്ത്യാശ്രമം ഭക്തി പൂണ്ടിന്ദീവരാക്ഷി സുധീഷ്ണാശ്രമത്തെയും. ചിത്രകൂടാചലം പണ്ടു നാം വാണേടമത്രൈവ കണ്ടു ഭരതനെ നാമെടോ. ഭദ്രേമുദ ഭരദ്വാജാശ്രമം കാൺക ശുദ്ധികരം യമുനാ തടശോഭിതം. ഗംഗാനദി അതിനങ്ങേതതിനങ്ങു ശൃംഗിവേരൻ ഗുഹൻ വാഴുന്ന നാടെടോ. പിന്നെ സരയൂ നദി അതിനങ്ങേത് ധന്യമയോധ്യാനഗരം മനോഹരെ. യുദ്ധമരുൾ ചെയ്ത നേരത്തു രാഘവൻ ചിത്തമറിഞ്ഞാശു താണു വിമാനം. വന്ദിച്ചിതു ഭരദ്വാജ മുനീന്ദ്രനെ നന്ദിച്ചനുഗ്രഹം ചെയ്തു മുനീന്ദ്രനും രാമനും. ചോദിച്ചിതപ്പോൾ അയോധ്യയിൽ രാമയമേതുമൊന്നില്ലയല്ലീ മുനെ. മാതൃജനത്തിനും സൗഖ്യമല്ലി മമ സോദരന്മാർക്കും ആചാര്യജനത്തിനും. താപസശ്രേഷ്ഠനരുൾ ചെയ്തിതന്നേരം താപമൊരുവർക്കുമില്ല അയോധ്യാപുരേ. നിത്യം ഭരത ശത്രുഘ്നകുമാരന്മാർ ശുദ്ധമാകും ഫലമൂലവും ഭക്ഷിച്ച് ഭക്ര്യാജടാവൽക്കലാദികളും പൂണ്ട് സത്യസ്വരൂപനാം നിന്നെയും പാർത്തു വാർത്താഹന്ത സിംഹാസനെ പാതുകം വെച്ചു മോഹം ത്യജിച്ച് പുഷ്പാഞ്ജലിയും ചെയ്ത് കർമ്മങ്ങളെല്ലാം അതിങ്കൽ സമർപ്പിച്ച് സമ്മതന്മാരായിരിക്കുന്നിതെപ്പോഴും. ത്വൽപ്രസാദത്താൽ അറിഞ്ഞിരിക്കുന്നിതു ചിൽ പുരുഷ പ്രഭോ വൃത്താന്തമൊക്കെ ഞാൻ. സീതാഹരണവും സുഗ്രീവ സഖ്യവും യാതുധാനന്മാരെയൊക്കെ വധിച്ചതും യുദ്ധപ്രകാരവും മാരുതി തന്നെ യുദ്ധപരാക്രമവും കണ്ടിതൊക്കവേ ആദിമധ്യാന്തമില്ലാതെ പരബ്രഹ്മമേതും തിരിക്കരുതാതൊരു വസ്തു നീ. സാക്ഷാൽ മഹാവിഷ്ണു നാരായണനായ മോക്ഷപ്രദൻ നിന്തിരുവടി നിർണയം. ലക്ഷ്മി ഭഗവതി സീതയാകുന്നതും ലക്ഷ്മണനായ തനന്തൻ ജഗൽ പ്രഭോ. ഇന്നു നീ ശുദ്ധമാക്കേണം മമാശ്രമം ചെന്നയോധ്യാപുരം ബുക്കീടടുത്ത നാൾ. കർണാമൃതമാം മുനിവാക്കു കേട്ടുപോയി പർണശാലാമകം പുക്കിതു രാഘവൻ. പൂജിതനായി ഭ്രാതൃഭാര്യാസമന്വിതം രാജീവനേത്രനും പ്രീതി പൂണ്ടിടിനാൻ. ഹനുമൽ ഭരത സംവാദം. പിന്നെ മുഹൂർത്തമാത്രം നിരൂപിച്ചത ചൊന്നാൻ അനിലാത്മജനോടു രാഘവൻ. ചെന്നയോധ്യാപുരം പ്രാപിച്ച് സോദരൻ തന്നെയും കണ്ട് വിശേഷമറിഞ്ഞു നീ വന്നിടുകെന്നുടെ വൃത്താന്തവും പുനരൊന്നൊഴിയാതെ അവനോടു ചൊല്ലണം. പോകുന്ന നേരം ഗുഹനെയും ചെന്നു കണ്ടേകാന്തമായി അറിയിച്ചീടവസ്ഥകൾ. മാരുതി മാനുഷവേഷം ധരിച്ചുപോയി ശ്രീരാമവൃത്തം ഗുഹനെയും കേൾപ്പിച്ചു സത്വരം ചെന്ന് നന്ദിഗ്രാമമുൾപ്പുക്കു ഭക്തനായിടും ഭരതനെ.
കൂപ്പിനാൻ പാതുകവും വെച്ച് പൂജിച്ച നാരദം ചേതസാരാമനെ ധ്യാനിച്ചു ശുദ്ധനായി സോദരനോടും അമാത്യജനത്തോടും ആദരപൂർവം ജടാവൽക്കലം പൂണ്ട് മൂലഫലവും ഭുജിച്ച് കൃശാങ്കനായി ബാലനോടും കൂടെ വാഴുന്നതു കണ്ട മാരുതിയും ബഹുമാനിച്ചിതേറ്റവും ആരുമില്ലിത്ര ഭക്തന്മാരമനിയിൽ എന്നു കൽപ്പിച്ചു വണങ്ങി വിനീതനായി നിന്ന് മധുരമാറു ചൊല്ലിയിടിനാൻ. അഗ്രജൻ തന്നെ മുഹൂർത്തമാത്രേണ നിന്നഗ്രേ നിരാമയം കാണാൻ ഗുണനിധേ സീതയോടും സുമിത്രാത്മജൻ തന്നോടും ആദരവേറും പ്ലവകബലത്തോടും സുഗ്രീവനോടും വിഭീഷണൻ തന്നോടും ഉഗ്രമായുള്ള രക്ഷോബലം തന്നോടും പുഷ്പകമാം വിമാനത്തിന്മേലേറി വന്നിപ്പോൾ ഇവിടെ ഇറങ്ങും ദയാപരൻ രാവണനെ കൊന്നു ദേവിയെയും വീണ്ടു ദേവകളാൽ അഭിവന്ദിതനാകിയ രാഘവനെ കണ്ട് വന്ദിച്ചു മാനസേ ശോകവും തീർന്നു വസിക്കാമിനിച്ചിരം. ഇത്തമാകർണ്യ ഭരതകുമാരനും ബദ്ധ സമ്മോദം വിമൂർച്ഛിതനായി വീണു. സത്വരമാശ്വസ്തനായ നേരം പുനരുത്ഥായ ഗാഠമായ ലിംഗനം ചെയ്തു. വാനരവീര ശിരസി മുതാ പരമാനന്ദ ബാഷ്പാഭിഷേകവും ചെയ്തിതു. ദേവോത്തമനോ നരോത്തമനോ ഭവാനേവം എന്നെ കുറിച്ചിത്ര കൃപയൊടും ഇഷ്ടവാക്യം ചൊന്നതിനനുരൂപമായി തുഷ്ട്യാ തരുവതിനില്ല മറ്റൊന്നുമേ. ശോകം മതീയം കളഞ്ഞ ഭവാനു ഞാൻ ലോകം മഹാമേരുസാഗം തരികിലും തുല്യമായി വന്നുകൂടാ പുനരെങ്കിലും ചൊല്ലിയിടടോ രാമകീർത്തനം സൗഖ്യതം. മാനവനാഥനു വാനരന്മാരോട് കാനനേ സംഘമുണ്ടായത് എങ്ങനെ വൈദേഹിയെ കട്ടുകൊണ്ടവാറെങ്ങനെ യാതുധാനാധിപനാകിയ രാവണൻ ഇത്തരം ചോദിച്ച രാജകുമാരനോടുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ. എങ്കിലോ നിങ്ങളെ ചിത്രകൂടാചലത്തിങ്കൽ നിന്ന് ആദി കലർന്നു പിരിഞ്ഞ നാൾ ആദിയായി ഇന്നോളമുള്ളോരവസ്ഥകൾ ആദരമുൾക്കൊണ്ടു ചൊല്ലുന്നതുണ്ടു ഞാൻ. ഒന്നൊഴിയാതെ തെളിഞ്ഞു കെട്ടിയിടുക വന്നുപോം ദുഃഖവിനാശം തപോനിധേ എന്നു പറഞ്ഞറിയിച്ചാനഖിലവും മന്നവൻ തൻ ചരിത്രം പവിത്രം പരം. ശത്രുഘ്നമിത്ര ഭൃത്യാമാത്യവർഗവും ചിത്രം വിചിത്രമെന്നോർത്തുകൊണ്ടിടിനാൻ എന്നു പറഞ്ഞറിയിച്ചാനഖിലവും മന്നവൻ തൻ ചരിത്രം പവിത്രം പരം. ശത്രുഘ്നമിത്ര ഭൃത്യാമാത്യവർഗവും ചിത്രം വിചിത്രമെന്നോർത്തുകൊണ്ടിടിനാൻ. ശത്രുഘ്നമിത്ര ഭൃത്യാമാത്യവർഗവും ചിത്രം വിചിത്രമെന്നോർത്തുകൊണ്ടിടിനാൻ. ശ്രീരാമ ജപാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഹോട്ടൽ ദേവി പാലസ്, പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് നിയർ പോലീസ് സ്റ്റേഷൻ, നിലമ്പൂർ. ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ, കോവിലകം റോഡ്, നിലമ്പൂർ. നിലമ്പൂർ ടൗണിൽ നൂറ്റാണ്ടുകളുടെ വിശ്വസ്തയോടെ നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ. മുഴുവൻ സമയം ലേഡി ഡോക്ടറുടെ സേവനം, നട്ടെല്ല് രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ, സന്ധിവേദനകൾ, സ്പോർട്സ് ഇഞ്ചുറി എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം, ചികിത്സാ പ്രാവീണ്യമുള്ള തെറാപ്പിസ്റ്റുകൾ, ഔഷധി, വൈദ്യരത്നം, ശാന്തിഗിരി തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ മരുന്നുകൾ. നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ, കോവിലകം റോഡ്, നിലമ്പൂർ. മുൻകൂർ ബുക്കിംഗിന് വിളിക്കുക 8590050510. ഹോട്ടൽ ദേവി പാലസ്, പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് നിയർ പോലീസ് സ്റ്റേഷൻ, നിലമ്പൂർ. ഫർണിച്ചർ വിപണന രംഗത്ത് 15 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. എല്ലാവിധ ഫർണിച്ചറുകളുടെയും വൻ സെലക്ഷനുമായി നിലമ്പൂരിൽ ഒരു സ്വപ്ന കൊട്ടാരം. ഡൈനിങ് ടേബിൾ, സോഫ സെറ്റ്, അലമാര, കട്ടിലുകൾ, ചെയറുകൾ, ദിവാൻ കോട്ട്, ഓഫീസ് ഫർണിച്ചറുകൾ എന്നിവയുടെ മായാലോകം. ബെഡുകൾ, ഗിഫ്റ്റ് ഐറ്റംസ്, ഹോം അപ്ലയൻസസ്, ക്രോക്കറികൾ, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, ഡെക്കോർ ഐറ്റംസ്,
ഫാനുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, ഗ്യാസ് സ്റ്റൗ, സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ തുടങ്ങിയവയുടെ വൻ ശേഖരം മികച്ച ക്വാളിറ്റിയിലും ഗുണനിലവാരത്തിലും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ബജാജ് ഫിനാൻസ് സൗകര്യവും കാർ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. ഫോൺ 04931 222 771. രാമായണത്തിന്റെ പാരായണം പൂർത്തിയാവുകയാണ് അടുത്ത ദിവസത്തോടുകൂടി. രാമായണത്തിന് എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത്, രാമായണം എന്താണ്, എന്തിനാണ് രാമായണ പാരായണം എന്നൊക്കെ ധാരാളം ചിന്തകള് പലപ്പോഴായിട്ട് ഉണ്ടാവില്ല. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ വിരചിതമായിട്ടുള്ള ഗ്രന്ഥമാണ് രാമായണം എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. കാട്ടാളനിൽ നിന്ന് വാൽമീകിയിലേക്കുള്ള മാറ്റം രാമായണത്തിന്റെ ആദി കവിയിലേക്കുള്ള വരവായിട്ട് നമുക്ക് കാണാൻ പറ്റും. സപ്തർഷികളെ വാൽമീകി തന്റെ കഥ പറയുന്നിടത്ത് രാമായണത്തിൽ തന്നെ, അധ്യാത്മ രാമായണത്തിൽ തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട്. സപ്തർഷികൾ വന്ന നേരത്ത് രത്നാകരൻ ചെന്ന് പിടിച്ചു പറിക്കാൻ നിന്നതും താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ എന്നൊക്കെയുള്ള പ്രസിദ്ധമായിട്ടുള്ള പഴഞ്ചൊല്ലിനെ എഴുത്തച്ഛൻ തന്റെ യുക്തി ബോധേന പ്രയോഗിക്കുന്ന ഘട്ടവും അതാണ്. ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ ഭക്ഷണാർത്ഥിയായിട്ടുള്ള കാട്ടാളൻ അമ്പെയ്ത് വീഴ്ത്തുമ്പോഴാണല്ലോ ഇപ്പുറത്ത് നിൽക്കുന്ന കാട്ടാളനായിരുന്ന, ഇപ്പോൾ വാൽമീകത്തിൽ നിന്ന് വാൽമീകിയായി മാറിയ മഹർഷി മാനിഷാദ പ്രതിഷ്ഠാം ച അവധി, ആ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകം ഉണ്ടല്ലോ, ആ ശ്ലോകം ചൊല്ലുന്നത് മാനിഷാദ പ്രതിഷ്ഠാം ച അഗമ ശാശ്വതീ ശ്രമ യത് ക്രൗഞ്ച മിഥുനാവേഗം അവധി കാമ മോഹിതം. അരുതേ കാട്ടാള, നിന്റെ കാമമോഹിതനായ നീ ഈ ക്രൗഞ്ച മിഥുനങ്ങളിൽ പെണ്ണിനെ അമ്പ് അയച്ച് വധിക്കരുതേ എന്നുള്ള രീതിയിലുള്ള അഭ്യർത്ഥനയിൽ നിന്ന് പിന്നീട് കോനസ്മിൻ സാമ്പ്രതം ലോകെ ഗുണവാൻ കശ്യവീരവാൻ മഹർഷിത്വം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യത്തിൽ നിന്ന്, നാരദന്റെ ചോദ്യത്തിൽ നിന്ന്, ആരാണ് ലോകത്തിൽ ഏറ്റവും ഉത്തമനായ പുരുഷൻ എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് ഉത്തമനായ പുരുഷനെ കുറിച്ചാണ് വാൽമീകി പറയുന്നതെങ്കിലും പറഞ്ഞു വന്നത് സ്ത്രീയുടെ ആ ഒരു ജീവിത മേഖലയെ കുറിച്ച്. അതുകൊണ്ട് തന്നെ രാമായണത്തിന് രാമായ അയനം എന്നും ഒരു പേരുണ്ട്. രാമായണം എന്ന് പറഞ്ഞാൽ സീത, രാമായ എന്ന് പറഞ്ഞ സംസ്കൃതത്തിൽ രാമന്റെ സീത എന്നുള്ള അർത്ഥത്തിൽ വരും. സീതയുടെ അയനം കൂടിയാണ്, സീതയുടെ യാത്ര കൂടിയാണ് രാമായണം. അങ്ങനെ പല രീതിയിൽ രാമായണത്തിന് നമുക്ക് കാണാം. വാൽമീകി എഴുതിയ രാമായണത്തിന് തത്തുല്യമായിട്ട് തന്നെ അക്കാലത്ത് തന്നെ അധ്യാത്മരാമായണവും എഴുതപ്പെട്ടിട്ടുണ്ട്. അത് ആരാണെന്ന് ആർക്കും അറിയില്ല. ഈ അധ്യാത്മരാമായണവും വാൽമീകി രാമായണവും തമ്മിൽ വലിയ ചില വ്യത്യാസങ്ങളും ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട വ്യത്യാസം, വാൽമീകി രാമായണത്തിലെ രാമൻ പൂർണ്ണമായിട്ടും മനുഷ്യ സ്വഭാവങ്ങളെല്ലാം ഉള്ള ഒരു രാമനാണ്, മനുഷ്യനാണ് അദ്ദേഹം. അതോടൊപ്പം ദൈവികത്വം ഉണ്ട്. എന്നാൽ അധ്യാത്മരാമായണത്തിലെ രാമൻ ഈശ്വര അവതാരം തന്നെയാണ്. അദ്ദേഹം ഭൂമിയെ തിന്മകളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ട് രാമനായിട്ട് ജനിക്കുന്നു എന്നുള്ള ബോധത്തോടു കൂടി അദ്ദേഹത്തെ കാത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഒരു കാത്തിരിപ്പിന്റെ കഥ തന്നെയാണ് രാമായണം. ബാലകാണ്ഡത്തിൽ തന്റെ യാഗം രക്ഷിക്കാൻ വേണ്ടിയിട്ട് വിശ്വാമിത്രൻ കൊണ്ടുപോകുന്ന കുമാരന്മാരുടെ ഭാഗം തൊട്ട് പിന്നീട് താടകയുടെ മോക്ഷം തൊട്ട് അഹല്യ കാത്തിരിക്കുകയാണ്. ഗൗതമ ശാപത്താൽ കല്ലായിപ്പോയ അഹല്യ തന്റെ ശാപമോക്ഷത്തിനായിട്ട് കാത്തിരിക്കുകയാണ് ശ്രീരാമൻ. അങ്ങനെ ബാലകാണ്ഡത്തിൽ നിന്ന് വീണ്ടും അയോധ്യാകാണ്ഡത്തേക്ക് എത്തുമ്പോഴും പല സ്ഥലങ്ങളിലും രാമനെ കാത്തിരിക്കുന്ന മഹർഷിമാരെ കാണാം. അവന് കൈകേയിയുടെ ആ മന്ധരയുടെ നാവിൽ പോലും സരസ്വതി ഇത്തരത്തിൽ ഇതുണ്ടാക്കുന്നത് ശ്രീരാമൻ ജനിക്കാൻ വേണ്ടിയിട്ട് ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരമാണ്. മന്ധരയ്ക്ക് പോലും കുറ്റം കൊടുക്കുന്നില്ല ആരെയും. ദൈവികമായിട്ട് അതൊരു ദൈവിക കർമ്മമാണ്. രാമന്റെ വിച്ഛിന്നാഭിഷേകം എന്നുള്ളിടത്തേക്കാണ് ഈ രാമായണം നമ്മളെ കൊണ്ടുപോയില്ല, അധ്യാത്മരാമായണം. അങ്ങനെ എത്തുന്ന മന്ധരയിൽ നിന്ന് പോയിട്ടാണല്ലോ പിന്നീട് വിച്ഛിന്നാഭിഷേകം കഴിഞ്ഞ് സുമന്ത്രരോടൊപ്പം പോയി ഗുഹനെ കണ്ട് അവിടെ നിന്ന് പിന്നീട് ആരണ്യകാന്ഡം
തുടങ്ങുന്നത് അവിടുന്ന് ഗുഹനെ കണ്ട് പിന്നെ അത്രി മഹർഷിയുടെ അവിടുന്ന് ശേഷം ഇവര് ഭരതനൊക്കെ കൂടി വന്ന് രാജ്യം കയ്യേറണം എന്ന് പറഞ്ഞപ്പോ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ആരണ്യകാണ്ഡത്തേക്ക് പോകുന്ന വഴിക്കാണ് അത്രി മഹർഷിയെയും അനസൂയയെയും കാണുന്നത്. അവരും കാത്തിരിക്കുകയാണ്. അനസൂയ ഏറ്റവും പതിവ്രതയായിട്ടുള്ള പത്നിയാണ്. അവിടെ അനസൂയയും സീതയും തമ്മിലുള്ള ഒരു വലിയൊരു രംഗം അനർഘ നിമിഷം എന്ന് പറഞ്ഞൊരു കവിതയായിട്ട് വൈലോപ്പിള്ളി അതിനെ മനോഹരമാക്കി പിന്നീട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വൈലോപ്പിള്ളി എഴുത്തച്ഛനെ കുറിച്ചും ധാരാളം പറഞ്ഞു. മലയാളികൾ ചൂടും ഈ മനോജ്ഞമാം നാട്ടിൽ എന്ന് പറഞ്ഞിട്ട് ഭാരതത്തോളം വളർന്നു കേരളം, ബഹുഭാഷയാൽ ചിന്തയും സംസ്കാരത്തെയും ഉടച്ചു വാർത്തിട്ടുള്ള എഴുത്തച്ഛന്റെ രചനയെ കുറിച്ച് എഴുത്തച്ഛൻ എന്നുള്ളൊരു കവിതയിൽ വൈലോപ്പിള്ളി പറയും. ഏതായാലും അങ്ങനെ പിന്നീടുള്ള കവികളെയും എഴുത്തച്ഛൻ നല്ലോണം വളർത്തിയിട്ടുണ്ട്, ഉണർത്തുകയും ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ബാലകാണ്ഡത്തിൽ നിന്ന് അയോധ്യാകാണ്ഡത്തിൽ നിന്ന് പിന്നെ ആരണ്യകാണ്ഡത്തേക്ക് എത്തി, ശൂർപ്പണഖയുടെ കഥയിലേക്ക് എത്തി. അവിടെ അതിനുശേഷം ശൂർപ്പണഖയിലൂടെ പിന്നീട് ഖരവധം കഴിഞ്ഞിട്ട് മാരീചനും മരിക്കുകയാണെങ്കിൽ രാവണന്റെ കൈകൊണ്ട് മരിക്കുന്നതാ മോക്ഷം. രാവണന്റെ കൈകൊണ്ട് ദുഷ്ടായുധമേറ്റിട്ട് മരണം വന്നാൽ അത് സ്വർഗപ്രാപ്തിക്ക് വിരുദ്ധാണ്. പിന്നെ നീചലോകങ്ങളിൽ പോയി കിടക്കേണ്ടി വരും. ശ്രീരാമൻ എന്നെ രക്ഷിക്കുമെന്നും പറഞ്ഞിട്ടാണ് മാരീചൻ ലീലകൾ കാട്ടിൽ ഉൾപ്പുക്കും പിന്നെ എന്നും പറഞ്ഞിട്ട് സീതയുടെ അടുത്തെത്തുന്നതും അങ്ങനെ സീതയെ പ്രലോഭിച്ച് രാമനെ പറഞ്ഞയക്കുന്നതും അവസാനം അമ്മയിട്ട് വീണതും. അതിനുശേഷം അവിടെ നിന്നാണ് പിന്നീട് അന്വേഷണം തുടങ്ങുന്ന ഭാഗത്തേക്ക് ശബരിയൊക്കെ കാണും. അവിടെ എല്ലാവരും കബന്ധനെ കാണുന്നുണ്ട്, അതുമാതിരി തന്നെ ശരഭംഗനെ കാണുന്നുണ്ട്, അതുമാതിരി തന്നെ ജടായു, ഇങ്ങനെ പലരും രാമന്റെ വരവ് കാത്തിരിക്കുന്നവരാണ്. ആ പോക്ക് പിന്നീടാണ് സുന്ദരകാണ്ഡത്തേക്ക് എത്തുന്നു. സുന്ദരകാണ്ഡത്തിൽ നിന്ന് പിന്നെ ഹനുമാനെയും സുഗ്രീവനെയും ഒക്കെ കാണുന്നു, ബാലിയെ വധിക്കുന്നു. അതിനുശേഷം അടുത്ത ഘട്ടമായിട്ടുള്ള ലങ്കയിലേക്കുള്ള ചിറകെട്ടി കടന്നതിന് ശേഷഭാഗങ്ങളൊക്കെ നമുക്കറിയാം. കുംഭകർണനും വിഭീഷണനും ഒക്കെ രാക്ഷസപക്ഷത്താണെങ്കിൽ പോലും അവർക്കൊക്കെ അറിയാം ശ്രീരാമൻ വരുന്നുണ്ട്. കുംഭകർണൻ പറയുന്നുണ്ട്, ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് നാരദനിൽ നിന്ന് ഇങ്ങനെ രാമൻ വരുന്നത്. രാവണനോടാണ് പറയുന്നത്. രാവണനും പറയുന്നുണ്ട് വരുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എന്നെ കൊല്ലാനാണ് അദ്ദേഹം വന്നിട്ടുള്ളത് വെച്ചാൽ ഞാൻ എങ്ങനെ എന്റെ വിധിയെ ഞാൻ മറികടക്കും? എന്റെ ആഗ്രഹം സീതയെ കൊണ്ടുവരണം എന്നുള്ളത്, അതുകൊണ്ട് ഞാൻ സീതയെ വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ്. അപ്പൊ തന്നെ കൊല്ലാൻ രാമൻ വരികയാണെങ്കിൽ ആ രാമ അസ്ത്രമേറ്റിട്ട് തന്നെ തനിക്ക് മരണം വരുന്ന ഹനുമാൻ സീതയെ കാണാൻ വരും എന്നുള്ള ഒരു സ്വപ്ന ദർശനം കിട്ടുമ്പോ തന്നെ രാവണൻ ചിന്തിക്കുന്നു. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ അധ്യാത്മരാമായണത്തിലെ എല്ലാവർക്കും രാമൻ ദേവനുമാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. അപ്പൊ കേരളത്തിലെ പ്രത്യേക സന്ദർഭങ്ങൾക്കനുസരിച്ച് അന്നത്തെ കാലത്ത് എഴുത്തച്ഛൻ അധ്യാത്മരാമായണമാണ് തന്റെ വിവർത്തനത്തിന് വേണ്ടി തെരഞ്ഞെടുത്തത്. അധ്യാത്മരാമായണം കിളിപ്പാട്ട് കൂടെയാണ് എഴുതിയതെന്ന് നമുക്കൊക്കെ അറിയാം. അത് തന്നെ ഈ അധ്യാത്മരാമായണം പോലെ തന്നെ ധാരാളം രാമായണങ്ങൾ കേരളത്തിലും ഭാരതത്തിനും പുറത്തും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഭാരതത്തിൽ തന്നെ ആനന്ദരാമായണം ഉണ്ടായിട്ടുണ്ട്, അതിശയരാമായണം ഉണ്ടായിട്ടുണ്ട്, തുളസീദാസിന്റെ രാമായണം ഉണ്ടായിട്ടുണ്ട്, രാമചരിത മാനസ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ധാരാളം കബീർദാസിന്റെ ഒക്കെ എത്രയോ രാമായണങ്ങള് ഭാരതത്തില് പൂർവസൂരികൾ രചിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സീതാരാമനോട് ചോദിക്കണ്ടല്ലോ, രാമായണങ്ങൾ എത്ര കാലം എത്ര കവിവരന്മാര് പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും രാമായണത്തിൽ രാമന്റെ ഒപ്പമല്ലാതെ സീത പോയ ചരിത്രമുണ്ടോ? ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ട് രണ്ടും ഒന്ന് തന്നെയാണ് പാണിഗ്രഹണത്തിന്റെ അർത്ഥം കൂടി ഓർക്കണം എന്നൊക്കെ പറയുന്ന സന്ദർഭത്തിലൊക്കെ രാമായണത്തിന്റെ ഒരു പൗരാണികത, 100 കോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ എന്ന് തന്നെ രാമായണത്തിന്റെ തുടക്കത്തിൽ തന്നെ എഴുത്തച്ഛൻ തന്നെ പറയും. എത്രയോ രചനകള് ഇനി ഇന്ത്യ വിട്ടു കഴിഞ്ഞാലും ഉണ്ട് രാമകഥ. ഇന്തോനേഷ്യയില്, ബർമയില്, നമ്മുടെ അപ്പുറത്തുള്ള വിയറ്റ്നാമില്, കംബോഡിയയില്, ലങ്ക പിന്നെ രാവണന്റെ നാടാണെങ്കിലും അവിടെ പോയിട്ടുണ്ടെങ്കിലും അവിടെ രാമായണം ഉണ്ട്. പക്ഷെ അത്രയധികം ഒരു നമ്മൾ കേരളത്തിൽ കൊണ്ട് നടക്കുന്ന മാതിരിയുള്ള ഒരു രാമായണ രൂപങ്ങൾ കണ്ടിട്ടുണ്ട്. ധാരാളം പുറം രാജ്യങ്ങളിൽ രാമായണം അഥവാ രാമകഥ ഉണ്ട്. പലതിനും വ്യത്യസ്തങ്ങളായിട്ടുള്ള കൺസെപ്റ്റുകളും വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികളുമാണ്. കാരണം ഹനുമാനെയൊക്കെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ടുള്ള രാമായണമുണ്ട്, രാവണനെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള രാമായണമുണ്ട്. അതൊക്കെ ഇന്ത്യൻ രാമായണങ്ങളിൽ നിന്ന് പുറത്തുള്ളതാണ്. ഇന്ത്യക്ക് ഉള്ളിലുള്ള രാമായണങ്ങളെ പറ്റി കേരളത്തിലും ധാരാളം രാമായണങ്ങൾ ഉണ്ടായി.
മലയാളത്തിൽ ആദ്യമായിട്ടുണ്ടായിട്ടുള്ള രാമായണം രാമചരിതം തന്നെയാണ്. ഈ ശ്രീരാമൻ എന്നും പറഞ്ഞ കവി എഴുതിയ രാമചരിതം, യുദ്ധകാണ്ഡ്. അതിനുശേഷവും നമ്മുടെ നിരണത്ത് കവികളിൽ പ്രഗത്ഭനായിട്ടുള്ള ഒരാൾ മാധവ പണിക്കർ കണ്ണശാവി എന്നാണ് പറയുന്നത്. അദ്ദേഹം എഴുതിയിട്ടുള്ള പിന്നെ രാമായണം നിരണം കൃതിയായി. പിന്നീട് നമ്മുടെ പുനത്തിന്റെ ആണ് തോന്നുന്നു രാമായണം ചമ്പു മാതിരി ധാരാളം രാമായണങ്ങൾ മലയാളത്തിലാണ്. പക്ഷെ ഇതിനേക്കാളൊക്കെ അതിശയിപ്പിച്ച് മലയാളത്തില് എല്ലാവരുടെ ഇടയിലും ഒരു പ്രചാരം കിട്ടിയത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണമാണ്. ഒന്ന് വായനാസുഖം തന്നെയാണ്, ഒന്ന് മലയാള ഭാഷയുടെ എല്ലാവിധ സൗന്ദര്യവും നിറഞ്ഞു നിൽക്കുന്ന പല ഭാഗങ്ങൾ അതിനുള്ളിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് അത് പാരായണ പ്രധാനമായി തോന്നിയത്. കാരണം എഴുത്തച്ഛന്റെ വിവർത്തന പാഠവും ഒന്ന് വലിയ ഒരു സംഭവം തന്നെയാണ്. ഇപ്പോ സുമിത്ര ഏറ്റവും പ്രധാനപ്പെട്ട രാമായണത്തിലെ ശ്ലോകം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജ അയോധ്യ മടവി വിദ്ധി ഗച്ഛതാത യഥാസുഖം എന്നുള്ളതിന് സുമിത്രയുടെ ഭാഷയായിട്ട് എഴുത്തച്ഛൻ പറയുന്നത്, അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടക്കണം, രാമനെ നിത്യം ദശരഥൻ എന്നുള്ളിൽ ഓർക്കണം, പിന്നെയോ എന്നെ ജനകാത്മജ എന്ന് ഉറച്ചുകൊള്ളു, അയോധ്യയെ അടവി എന്ന് ഓർത്തുകൊള്ളു. അയോധ്യയെ കാടായും രാമനെ ദശരഥനായും എന്നെ സീതയായിട്ടും കണ്ടുകൊള്ളൂ എന്നുള്ള ആ ശ്ലോകം വരരുചി കഥകളോടൊപ്പം ഉണ്ട്. അത് നമ്മുടെ പറയിപ്പറ്റ മന്ത്രികുലത്തില് ഈ ഇത് പറയുന്നുണ്ട്. പക്ഷെ അപ്പൊ കാട്ടാളനിൽ നിന്ന് വാൽമീകിയിലേക്കും മുക്കുവനിൽ നിന്ന് വ്യാസനിലേക്കും പോയിട്ടുള്ള ആ ഒരു മലയാളത്തിന്റെ ആ ഒരു എന്താ പറയാ, എല്ലാം ഒന്നാണ്, എല്ലാം ഇടകലർന്നതാണ് ഇത് എന്നുള്ളതിന്റെ ഒരു ഇതുകൂടി എഴുത്തച്ഛന്റെ ഇത്തരത്തിലുള്ളതിലൊക്കെ നമുക്ക് കണ്ടെത്താനും വായിച്ചെടുക്കാനും പറ്റും. രാമായണത്തിന്റെ വിഭിന്നങ്ങളായിട്ടുള്ള ലോകങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ ഇതും കൂടി കർക്കിടക മാസത്തിൽ ശ്രീരാമൻ ജനിച്ചത് കൊണ്ടുള്ള ശ്രീരാമന്റെ രാശി കർക്കിടക ആയതുകൊണ്ടാവാം കർക്കിടക മാസം എടുത്തത്. പിന്നെ പണ്ടുകാലം തൊട്ടേ മഴക്കാലത്ത് വായിച്ചിട്ടുള്ള ഒരു ശീലം രാമായണത്തിന് വന്നത് കൊണ്ടാവാം പൊതുവെ രാമായണം ഒരു ജനകീയമായ വായനയിലേക്ക് എത്തിയത്. എന്തു തന്നെയായാലും രാമായണ പാരായണം നമ്മുടെ കുട്ടികളിലേക്കൊക്കെ കൊണ്ടുവരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം എന്താ വെച്ചാൽ കേക, കാകളി, കളകാഞ്ചി, അന്നനട തുടങ്ങിയിട്ടുള്ള പല വൃത്തങ്ങളുടെ ഒരു മനോഹരമായിട്ടുള്ള ലോകം അതിലുണ്ട്. വാങ്മയങ്ങളുടെ ലോകവും ഇതെല്ലാം വായനയ്ക്കും വായന എന്താണെന്ന് മനസ്സിലാക്കാനും വായിച്ചുറപ്പിക്കാനും ഒക്കെ രാമായണ പാരായണം ഏറെ നല്ലതാണ്. നമ്മുടെ പുതിയ തലമുറയ്ക്കും അത്തരത്തിലുള്ള ചിത്രങ്ങളും ചിന്തകളും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നല്ലതാണ്. ചില പ്രത്യേകതകളും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. എത്രയോ വ്യത്യസ്തങ്ങളായിട്ടുള്ള ലോകങ്ങൾ രാമായണത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റാൻ പറ്റും. രാക്ഷസന്മാര്, മനുഷ്യന്മാര്, ദേവന്മാര്, യക്ഷന്മാര്, പിന്നെ ഒരു ഭാഗത്ത് വാനരന്മാരുടേതായിട്ടുള്ള വലിയൊരു ബൃഹത് സംഘം തന്നെ, ഹനുമാനും ജാംബവാനും ഒക്കെ നിരന്നിട്ടുള്ള സുഗ്രീവനും ബാലിയുടെ കഥ തന്നെ വേദനാജനകമാണ്. രാമായണത്തിൽ തന്നെ നമുക്ക് യോജിക്കാനും വിയോജിക്കാനും പറ്റുന്ന ഒരു മേഖലയാണ് ബാലിയുടെ. എന്തിനു ബാലിയെ രാമൻ കൊന്നു എന്നുള്ളിടത്തൊക്കെ ഇതായി എഴുത്തച്ഛന്റെ രാമായണം പറയുന്നത് പിന്നെ ചേച്ചിയെ പോലെ അല്ലെങ്കിൽ സഹോദരിയായിട്ട് കാണുന്നവളെ ഭാര്യയായിട്ട് വെച്ചതാണെന്നുള്ളൊരു കാരണം മാത്രമേ രാമൻ പറയുന്നത്. അതെന്തോ ആയിക്കോട്ടെ, വാനരന്മാര്, രാക്ഷസന്മാര്, പിന്നെ അത് മാത്രമല്ല പക്ഷികള്, ജടായു പോലെ, സമ്പാദി പോലെ, ഗരുഡനെ പോലെയുള്ള പക്ഷികള്, വിരതയെ പോലെ ഉള്ള നാഗങ്ങള്, ഛായാഗ്രഹണിയെ പോലെ നിഴല് പോലും പിടിച്ചു തിന്നുന്ന രാക്ഷസീ വർഗങ്ങൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള എത്രയോ ജന്തു ജീവി ജാലങ്ങളുടെ ലോകം, കബന്ധനെ പോലെയുള്ള അപൂർവ സൃഷ്ടികൾ, പല രീതിയിലുള്ള ലോക അല്ലെങ്കിൽ ജീവി സമന്വയം രാമായണം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളം ഉപദേശങ്ങൾ. എഴുത്തച്ഛന്റെ രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർണ്ണനകൾ. ഈശ്വരനെ കുറിച്ച് പറയാൻ തുടങ്ങിയ പിന്നെ എഴുത്തച്ഛന് നേരെ ഭക്തിയുടെ ഒരു മാല തന്നെയാണ് രാമയൻ വിഷ്ണു പര്യായങ്ങളിലൂടെ മാല കോർക്കും എഴുത്തച്ഛൻ. തത്വചിന്തകളാണെങ്കിൽ ജീർണവസ്ത്രം വെടിഞ്ഞമ്പോട് മാനുഷ പൂർണ്ണബോധം പുതുവസ്ത്രങ്ങൾ കൈക്കൊള്ളും, ജീർണദേഹം വെടിഞ്ഞമ്പോട് ദേഹികൾ പൂർണ്ണബോധം പുതുദേഹങ്ങൾ കൈക്കൊള്ളും എന്നുള്ള ഗീതാവചനത്തെ അടക്കം ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്തതിന്റെ വിവർത്തന പാഠവും കൂടി നമ്മൾ കാണേണ്ടതാണ്.
അപ്പൊ ഏത് രീതിയിലായാലും വായനയ്ക്കായാലും ആസ്വാദനത്തിനായാലും ഭക്തിക്കായാലും എല്ലാം ഈ അധ്യാത്മരാമായണം ഒരു ഉത്തമ ഗ്രന്ഥം തന്നെയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ധാരാളം കൃതികൾ വേറെ ഉണ്ടെങ്കിലും അങ്ങോട്ടൊന്നും കടക്കാൻ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഈ കർക്കിടകത്തിന്റെ പുണ്യത്തിന്റെ ഓർമ്മയിൽ ഏതായാലും ഇത്തരം ഒരു അവസരം കിട്ടിയതിന് ഏറെ നന്ദി, നമസ്കാരം. പൂർവം രാമതപോവനാനിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം വാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരിം ദാഹനം പശ്ചാദ്രാവണ കുംഭകർണദിതനം ഏതത്യ രാമായണം. മനോജവം മാരുതവേഗതുല്യം സുഖമത്ര പ്രഭുര്യതേ മധ്യമാവധി ശുചോം മനസാ രാമമീഡേ ഭാരതീ. पूर्वं राम तपोवनादिगमनं हत्वा मृगं काञ्चनं वैदेहीहरणं जडायुमरणं सुग्रीवसम्भाषणम् बाली निग्रहणं समुद्रतरणं लङ्कापुरीदहनं पश्चात् रावण कुम्भकर्णहननम् एतश्री रामायणम्. ശ്രീരാമ ജപാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഹോട്ടൽ ദേവി പാലസ്, പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് നിയർ പോലീസ് സ്റ്റേഷൻ, നിലമ്പൂർ. നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ, കോവിലകം റോഡ്, നിലമ്പൂർ. ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. നിലമ്പൂർ ടൗണിൽ നൂറ്റാണ്ടുകളുടെ വിശ്വസ്തയോടെ നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ. മുഴുവൻ സമയം ലേഡി ഡോക്ടറുടെ സേവനം, നട്ടെല്ല് രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ, സന്ധിവേദനകൾ, സ്പോർട്സ് ഇഞ്ചുറി എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം, ചികിത്സാ പ്രാവീണ്യമുള്ള തെറാപ്പിസ്റ്റുകൾ, ഔഷധി, വൈദ്യരത്നം, ശാന്തിഗിരി തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ മരുന്നുകൾ. നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ, കോവിലകം റോഡ്, നിലമ്പൂർ. മുൻകൂർ ബുക്കിംഗിന് വിളിക്കുക 8590050510. ഫർണിച്ചർ വിപണന രംഗത്ത് 15 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. എല്ലാവിധ ഫർണിച്ചറുകളുടെയും വൻ സെലക്ഷനുമായി നിലമ്പൂരിൽ ഒരു സ്വപ്ന കൊട്ടാരം. ഡൈനിങ് ടേബിൾ, സോഫ സെറ്റ്, അലമാര, കട്ടിലുകൾ, ചെയറുകൾ, ദിവാൻ കോട്ട്, ഓഫീസ് ഫർണിച്ചറുകൾ എന്നിവയുടെ മായാലോകം. ബെഡുകൾ, ഗിഫ്റ്റ് ഐറ്റംസ്, ഹോം അപ്ലയൻസസ്, ക്രോക്കറികൾ, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, ഡെക്കോർ ഐറ്റംസ്, ഫാനുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, ഗ്യാസ് സ്റ്റൗ, സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ തുടങ്ങിയവയുടെ വൻ ശേഖരം മികച്ച ക്വാളിറ്റിയിലും ഗുണനിലവാരത്തിലും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ബജാജ് ഫിനാൻസ് സൗകര്യവും കാർ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. ഫോൺ 04931 222 771. ഹോട്ടൽ ദേവി പാലസ്, പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് നിയർ പോലീസ് സ്റ്റേഷൻ, നിലമ്പൂർ.